അടുത്തതെന്ന് പറഞ്ഞാൽ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് ഞാൻ ഈ PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ആക്ച്വലി ഇതെന്ന് പറയുന്നത് ഒരു വാസ്റ്റായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ മാത്രമേ പഠിക്കാവുള്ളൂ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തിയറി മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട. പക്ഷേ ഇതിൻ്റെ തിയറി ബേസ് അതിനെക്കുറിച്ചിട്ട് കുറച്ച് എഴുതാൻ വേണ്ടി നമുക്ക് ഇംഗ്ലീഷിൽ കറക്റ്റായി എഴുതി ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അനലോഗ് മീറ്റേഴ്സ്, ഡിജിറ്റൽ മീറ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇപ്പം നമുക്ക് ഒരു സിസ്റ്റം, ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു പവർ സിസ്റ്റം അല്ലെങ്കിൽ ഒരു സബ്സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 110 kVയുടെ സബ്സ്റ്റേഷൻ കേട്ടിട്ടുണ്ട്. അതായത് നമുക്ക് പവർ സപ്ലൈ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റിംഗ് സ്റ്റേഷൻ കാണും. ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡൽ പവർ പ്ലാന്റ്, അതായത് നമ്മുടെ അണക്കെട്ടിൽ നിന്നും ഡാമിൽ നിന്നും നമ്മൾ പെൻസ്റ്റോക്ക് അഥവാ വാട്ടർ അവിടെ നിന്ന് എടുത്ത് ആ പെൻ സ്റ്റോക്ക് ഉപയോഗിച്ചൊരു ടർബൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് ഉപയോഗിച്ചിട്ടുള്ള സൈക്കിളിൽ ഉപയോഗിക്കുന്ന ഡയനാമോ പോലത്തെ ഒരു ഡിവൈസ്, അതിൻ്റെ വലിയൊരു ഡിവൈസാണ് ടർബൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ടർബൈനൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. ആ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തിട്ട് നമുക്ക് ഹൈ വോൾട്ടേജിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ടൊക്കെ പിന്നീട് പവർ സിസ്റ്റത്തിൽ നിങ്ങൾ പഠിക്കും. അപ്പോൾ ഹൈ വോൾട്ടേജിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലോ കറണ്ട് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ലോസ് കുറവായിരിക്കും. അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ലോ കറണ്ട് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ നടത്തി ഈ ട്രാൻസ്മിഷൻ നടത്തുമ്പോൾ നമുക്ക് കുറേ ലോസ് ഉണ്ടാകും. ആ ലോസുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ കുറേ സെക്ഷൻസ് ഉണ്ടാക്കും. ആ സെക്ഷൻസിൽ നമ്മൾ വോൾട്ടേജിനെ നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജും കറണ്ടിൻ്റെയും വാല്യൂസ് സ്റ്റെപ്പ് അപ്പോ സ്റ്റെപ്പ് ഡൗണോ ചെയ്ത് നമ്മൾ വീട്ടിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഫാക്ടറികളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന സെക്ഷനുകളിലെല്ലാം നമ്മൾ പവർ കൺട്രോൾ ചെയ്യണം, ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യണം, എത്ര പവർ വരുന്നുണ്ട്, എത്ര വോൾട്ടേജ് വരുന്നുണ്ട്, എത്ര കറണ്ട് വരുന്നുണ്ട്, ഇവയെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള CTയും PTയും ഒക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതുമായി ബന്ധപ്പെട്ട മീറ്റേഴ്സുകളുണ്ടല്ലോ. ഈ മീറ്റേഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വോൾട്ട് മീറ്റർ, ഇപ്പോൾ ഒരു വോൾട്ടേജ് എവിടെയെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വോൾട്ട് മീറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ വോൾട്ട് മീറ്റർ വേണം, അമീറ്റർ വേണം, റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം, ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. അതിനൊക്കെ മീറ്റേഴ്സ് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ അതനുസരിച്ച് ആ മീറ്റേഴ്സുകൾ നമുക്ക് ഇത് ഫിസിക്കലിയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇപ്പോൾ വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ഡിവൈസായിട്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വോൾട്ടേജ് മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണ്. വാട്ട് മീറ്റർ ആണെങ്കിൽ പവർ മാത്രം മെഷർ ചെയ്യുക. സ്റ്റാൻഡ് അലോൺ നമ്മൾക്കൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് മാത്രമാണ് ഇരിക്കുന്നത്. ഇവയെല്ലാം കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിലേക്ക്